ഗുരുവായൂരിനൊരു ചരിത്രമുണ്ടെന്നേ. എന്താ ഗുരുവായൂരിന്റെ ചരിത്രം? അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മാത്രമല്ല. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞ് കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തീ പിടിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 1970 നവംബർ മാസം 29-ാം തീയതി. അന്ന് ഏകാദശി കഴിഞ്ഞ് പോലീസ് വിളക്ക് വരുന്ന സമയം. ആ പോലീസ് വിളക്ക് കഴിഞ്ഞ് നടയടച്ച് രാവിലെ, അതായത് നവംബർ മാസം 30-ാം തീയതി 1970 രാവിലെ ഈ ശ്രീകോവിലിന്റെ തൊട്ടപ്പുറത്ത് ആ വിളക്ക് നിൽക്കുന്നല്ലോ, ആ വിളക്കുമാടത്തിന്റെ തൊട്ടടുത്തായിട്ട് തീ പിടിക്കുന്നു. ആ തീ ഗോപുര കവാടം കടന്ന് ശ്രീകോവിലേക്ക് കൂടി പടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പെട്ടെന്നൊരു പരിഭ്രാന്തി രൂപപ്പെടുന്നു. ആരാണ് ആദ്യം പാനിക് ബട്ടൺ അമർത്തുന്നത് അറിയാമോ? തൊട്ടപ്പുറത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങുകയാണ്. ആ കൂട്ടമണി മുഴങ്ങി ഭക്തരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരു മുസ്ലിം ദേവാലയത്തിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് രാത്രി 1:30 ബാങ്ക് വിളി ഉണ്ടാവുന്നു. ആ ബാങ്ക് വിളിയിൽ അവിടെയുള്ള ഭക്തരെ മുഴുവൻ ഉണരുകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരും ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ മതേതര സമൂഹത്തിന് എന്നും അഭിമാനമുണ്ടാക്കുന്ന നിമിഷമാണ്. ജാതിയോ മതമോ ഒന്നും ചോദിക്കാതെ എല്ലാവരും കൈമെയ് മറന്ന് അവിടെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് ഫയർ എഞ്ചിനുകൾ വരുന്നതും തീ അണയ്ക്കുന്നതും. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ രീതിയിലേക്ക് പുനർനിർമ്മിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ തന്ത്രിയുടെ പുരയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കൂ, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ കൂട്ടമണിയടിക്കാനും ബാങ്ക് വിളിക്കാനും കഴിയുന്ന ഒരു സമൂഹം കേരളത്തിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് കേരള സമൂഹം ചെവി കൊടുക്കാതെ പോകുന്നതും അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ ഉപേക്ഷിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇപ്പോഴും വേര് പിടിക്കാൻ കഴിയാതെ 15% അവർ കഴിയുന്നതും. ഗുരുവായൂർ ക്ഷേത്രത്തെ നിങ്ങൾ വെറുതെ വിടുക. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഹിന്ദു MLA ക്ക് മാത്രമേ കഴിയൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 2 കാര്യങ്ങൾ പറയാം. ഗുരുവായൂരിൽ അടക്കമുള്ള തൃശ്ശൂരിലുള്ള MP ഉണ്ടല്ലോ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ഇതുവരെ ചെയ്ത 5 കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ഗുരുവായൂരിൽ ഒരു അടിപ്പാത ഉണ്ടായിരുന്നു. ആ അടിപ്പാത വരുന്നത്, ആ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പാറവെച്ച ഒരു നേതാവുണ്ട്, തിരുവെങ്കിടം റെയിൽ അടിപ്പാലം. ഈ റെയിൽ അടിപ്പാലത്തിന് പാറവെച്ച നേതാവ് ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഗുരുവായൂരുകാരെ അന്വേഷിച്ചാൽ മതി. തീർന്നില്ല. LDF സർക്കാരിന്റെ കാലത്താണെങ്കിലും, അത് NK അക്ബർ ആണെങ്കിലും ശരി, അബ്ദുൽ ഖാദർ MLA ആണെങ്കിലും ശരി, 2011 മുതൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ. ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറയാം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അറിയാമോ? പിയാസുനിൽ അവിടെ ഒരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലം ഒരു ദിവസം 36 തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ വന്നു പോകുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കിഫ്ബിയുടെ കേന്ദ്ര സർക്കാർ എതിർത്ത കിഫ്ബിയുടെ ഫണ്ടിൽ 25 കോടി രൂപ ചെലവഴിച്ച് ഗുരുവായൂരിലെ മേൽപ്പാലം നിർമ്മിച്ച സർക്കാരാണ് LDF സർക്കാർ. അന്നതിന് നേതൃത്വം കൊടുത്ത MLA പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അതിന് തുടർച്ചയുണ്ടാക്കിയ MLA പേര് NK അക്ബർ എന്നാണ്. നോക്കൂ, ഗുരുവായൂരിലേക്ക് അസാധ്യമെന്ന് കരുതിയ ഒരു മേൽപ്പാലം സാധ്യമാക്കി. തീർന്നില്ല. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പ്രതിദിനം വേണ്ടുന്ന 5 ലിറ്റർ ശുദ്ധജലം വേണം. എവിടുന്ന് കൊടുക്കും? സർക്കാരിന്റെയും ഒപ്പം തന്നെ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷവും ഒക്കെ കൂടി ചേർന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഗുരുവായൂർ കാലാകാലങ്ങളായി ഭരിച്ചു വന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ കേരളത്തിലെ സെക്യുലർ ഗവൺമെന്റുകളും ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്ന പങ്ക് ചെറുതല്ല. അത് ഏതെങ്കിലും തരത്തിലൊരു മതത്തിന്റെ കള്ളിയിലേക്ക് നിർത്താൻ പാടില്ല എന്നതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരിന്റെ ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ചരിത്രം കൂടിയാണ്. അതൊരു സെക്യുലർ സമൂഹത്തിന്റെ ആരാധനാലയം കൂടിയാണ്. ആ ആരാധനാലയം നിലനിൽക്കേണ്ടതും ആ ആരാധനാലയം അതേ രീതിയിൽ പുരോഗമിക്കപ്പെടേണ്ടതും നമ്മുടെ പൊതു ആവശ്യമാണ്. അതിനെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. നിലവിൽ കേസെടുത്തിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകരുടെ സമക്ഷം പറയുന്നു. അങ്ങേയറ്റം ഇന്നത്തെ ദിവസം അപലപിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ.